1000-ലധികം കുട്ടികളോട് മത്സരിച്ച് നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്കൂളിന്റെ അഭിമാന താരങ്ങൾ മഹത്തായ വിജയം നേടിയിരിക്കുകയാണ്. ആ വിജയം ആഘോഷിക്കുന്നതിനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ നേട്ടത്തിന്റെ പിന്നിൽ ധാരാളം പേരുടെ പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ ഏറ്റവും ആദ്യം പറയേണ്ടത് പ്രിയപ്പെട്ട കുട്ടികളാണ്. നിരന്തരമായ പരിശീലനം, വളരെ ഏറെ ദിവസങ്ങളിലെ നിരന്തരമായ പരിശീലനത്തിന്റെ ഫലമാണ് നമ്മുടെ ഈ വിജയം. കുട്ടികളോടൊപ്പം തന്നെ അവരെ പരിശീലിപ്പിച്ച അധ്യാപകർ, അവരുടെ രക്ഷിതാക്കൾ, മറ്റ് അധ്യാപകർ, SMC അംഗങ്ങൾ എല്ലാവരുടെയും പിന്തുണ നമ്മുടെ ഈ വിജയത്തിന് പിന്നിലുണ്ട്. ഞാൻ അവരെല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും ഓരോ വിഭാഗത്തിൻ്റെയും കൺവീനർമാർ, UP ജനറൽ വിഭാഗത്തിൻ്റെ കൺവീനർ ചിത്ര ടീച്ചർ, അറബി കലോത്സവത്തിൻ്റെ കൺവീനർ സാർ, അതേപോലെ സാജിദ് ടീച്ചർ. സംസ്കൃതോത്സവം നമുക്ക് ഓവറോൾ ലഭിച്ചിട്ടില്ല എങ്കിലും വളരെ മികച്ച പ്രകടനമാണ് ഈ വർഷം നമുക്ക് സംസ്കൃതോത്സവത്തിൽ കാഴ്ചവെക്കാൻ. ഒരു സിനിമ കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികൾക്കൊക്കെ നാസിയ താത്തയെ സമീപിച്ച സിനിമയിൽ അവസരം കിട്ടും. കഴിവുള്ള ആളുകൾക്ക് അവസരം ഇവിടെ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം റിലീസായ തട്ടിക്കൂട്ട് സിനിമാസിന്റെ റംബുട്ടാൻ എന്നൊരു ടെലിഫിലിം ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? റംബുട്ടാൻ കണ്ടിട്ടുണ്ടോ? അപ്പൊ അതൊക്കെ കേരളയുടെ അടയാളങ്ങളാണ്. അതുപോലെ തന്നെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മലയൻ കുഞ്ഞ് എന്ന ബിഗ് സ്ക്രീൻ സിനിമ ഫഹദ് ഫാസിൽ അഭിനയിച്ച, AR റഹ്മാൻ സംഗീതം നിർവഹിച്ച മലയൻ കുഞ്ഞ് എന്ന സിനിമ സംവിധാനം ചെയ്ത് ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സജിമോൻ VP ആയിരുന്നു അല്ലേ? അപ്പൊ നിങ്ങളിലൊക്കെ സംവിധായകന്മാരും നൃത്തം ചെയ്യുന്നവരും പാട്ടുകാരും വലിയ സംഗീതത്തിൽ വലിയ അറിയപ്പെടേണ്ട ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അറബി കലോത്സവം അത് അന്തർമാഷിനെയും സാഹിത്യ ടീച്ചറെയും എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞാൻ വന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോ നമ്മളെ കയ്യിൽ നിന്ന് മരുന്നക്കാർ കൊണ്ടുപോയൊരു സ്ഥാനമാണത്. ഞാൻ പോകാനായി 1.5 കൊല്ലം ബാക്കി നിൽക്കുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് ആ അറബി കലോത്സവം. സത്യത്തിൽ ആർക്കാണ് ശരിക്കും അഭിനന്ദനം നമ്മൾ പറയേണ്ടത്? HML പറയേണ്ടത്. HML എന്ന സ്കൂളിന്റെ അമരക്കാരാണ്, തലപ്പത്ത് നിൽക്കുന്ന ആളാണ്. HML എല്ലാ അനുവാദം തന്നിട്ടും ബാക്കുന്നില്ല പ്രോത്സാഹനമൊക്കെ കെട്ടിക്കല്ലേ ഇത് തുടരാൻ കഴിഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി HML കഴിയല്ലോ. വെരി ഗുഡ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള രക്ഷിതാക്കൾ, കുട്ടികൾ എല്ലാവരും നല്ല പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഓരോ 3ാം സ്ഥാനം. നിലമ്പൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഇരട്ട കിരീടം നേടിയ ഗവൺമെന്റ് UP സ്കൂൾ പുള്ളിയിൽ വിജയാഹ്ലാദ ഘോഷയാത്ര നടത്തി. UP അറബിക് കലോത്സവത്തിൽ ഓവറോൾ 2ാം സ്ഥാനവും UP ജനറൽ കലോത്സവ വിഭാഗത്തിൽ 3ാം സ്ഥാനവുമാണ് സ്കൂൾ കരസ്ഥമാക്കിയത്. മലയാളം കന്നഡ പദ്യം ചൊല്ലൽ A ഗ്രേഡോടുകൂടി ഹൈറിൻ അനസ് ജില്ലാ കലോത്സവത്തിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടിയിട്ടുണ്ട്. കലോത്സവത്തിൽ വിജയിച്ച എല്ലാ കുട്ടികൾക്കും സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ട്രോഫികളും മെമന്റോകളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു.
പഴയങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് പുള്ളിയങ്ങാടിയിൽ അവസാനിച്ച ഘോഷയാത്രയ്ക്ക് ഹെഡ് മിസ്ട്രസ് നൈസിബി, SMC ചെയർമാൻ വിഷൻ കടമ്പത്ത്, സീനിയർ അസിസ്റ്റന്റ് ബിന്ദുലാൽ, സ്റ്റാഫ് സെക്രട്ടറി വിനോദ് കുമാർ, കലോത്സവ കൺവീനർ ചിത്ര, അധ്യാപകരായ അൻവർ, സിവിൻ, മിഥിലാജ്, SRG കൺവീനർ ഫെബിൻ, SMC അംഗങ്ങളായ അലവി, അനസ്, നാഫിയ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾക്ക് സ്പെഷ്യൽ ഭക്ഷണമായി കബ്സയും ചിക്കനും നൽകി. KL 71 ന്യൂസ്, കരുളായി.